കൊച്ചിയിൽ MDMAയുമായി യുവതിയടക്കം 3 പേർ പിടിയിൽ. ദേശീയപാതയിൽ കരയാമ്പറമ്പിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ബംഗളൂരുവിൽ നിന്ന് കാറിൽ പ്രത്യേകം തയ്യാറാക്കിയ അറയിൽ രാസലഹരി ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു ഇവർ. സാനു കെ സജീവ് ബാക്കിയുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കും. സാനു. ബനേഷ്, ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി എത്തിച്ച MDMAയുമായിട്ടാണ് യുവതി അടക്കമുള്ള 3 പേരെ അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായിട്ട് നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു സംഘത്തെ പിടികൂടിയത്. ദേശീയപാതയിൽ കാരക്കാടിന് സമീപമായിരുന്നു സംഭവം. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ദേശീയപാത കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് കാർ വന്നപ്പോൾ കൈ കാണിച്ചെങ്കിലും ഇവർ നിർത്താതെ പോവുകയായിരുന്നു. ഈ കാറിനെ പിന്തുടരുന്ന പോലീസിന് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ഇവർ കാർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തിയിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ബാംഗ്ലൂരിൽ നിന്നും സ്ഥിരമായിട്ട് കൊച്ചിയിൽ MDMA അടക്കമുള്ള രാസലഹരി എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. അതായത് പെരുമ്പാവൂർ സ്വദേശി സ്വാതി കൃഷ്ണ, ഐശ്വര്യൻ, വിഷ്ണു എന്നിവരെയാണ് പോലീസ് സാഹസികമായി പിടികൂടിയത്. ഇതിൽ സ്വാതി കൃഷ്ണ ഇതിനു മുൻപും അതായത് MDMA കേസിലടക്കം പ്രതിയായിട്ടുള്ള ആളാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവരുടെ ഫോണുകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഇവരെ സ്ഥിരമായിട്ട് ഇവർക്കൊരു ലഹരി വിൽപ്പനയുടെ കണ്ണി കൊച്ചിയിലുണ്ടെന്നാണ് അങ്കമാലി പോലീസ് അറിയിച്ചിരിക്കുന്നത്. അവർ ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച്, അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ചുള്ള ലഹരിയാണ്, രാസലഹരിയാണ് ഇവർ ബാംഗ്ലൂരിൽ നിന്നും അതേപോലെ ഗോവയിൽ നിന്നടക്കം കൊച്ചിയിലേക്ക് എത്തിച്ചിരുന്നത്. 20 ഗ്രാം MDMA ആണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. കാറിന്റെ പിൻഭാഗത്തെ സീറ്റിനടിയിൽ പ്രത്യേകം തയ്യാറാക്കിയ അറയിലാണ് ഇവർ ലഹരി എത്തിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പും സമാന രീതിയിൽ തന്നെ നിരവധി തവണ ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നും അടക്കം ഇവരെ ലഹരി കൊച്ചിയിലേക്ക് എത്തിച്ചിരുന്നു. പ്രധാനമായിട്ടും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു വിൽപ്പനയാണ് ഇവർ നടത്തിയിരുന്നതെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ MDMA മയക്കുമരുന്നുമായി യുവതിയടക്കം 3 പേർ പിടിയിലായതിന്റെ വിവരങ്ങളാണ് സാനു കെ സജീവ് നൽകിയത്.